ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹൈക്കോടതി നടത്തിയിട്ടുള്ള രേഖാമൂലമുള്ള നിരീക്ഷണങ്ങൾ അന്വേഷണത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നതും അതേസമയം ശരിയായ ദിശയിൽ നടക്കുന്ന അന്വേഷണത്തെ അട്ടിമറിക്കാൻ മാധ്യമങ്ങളും ബാഹ്യശക്തികളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്നതുമാണ്. യഥാർത്ഥത്തിൽ കോടതിയുടെ വിമർശനങ്ങൾ വളരെ ഗുരുതര സ്വഭാവമുള്ളതാണ്. മാധ്യമങ്ങൾക്കെതിരെയും ചില ബാഹ്യശക്തികൾക്കെതിരെയും. ബാഹ്യശക്തികൾ പ്രതിപക്ഷമാണെന്നുള്ളത് വ്യക്തമാണല്ലോ. രണ്ട് ഉദ്യോഗസ്ഥരെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയതിനെതിരെ നിരന്തരം വാർത്ത കൊടുത്ത മാധ്യമങ്ങളുണ്ട്. കോടതി പറഞ്ഞിട്ടുള്ളത് ആ രണ്ട് ഉദ്യോഗസ്ഥരെ കോടതിയുടെ അനുമതിയോടെയാണ് ഉൾപ്പെടുത്തിയതെന്നും അവർക്കെതിരെ അധിക്ഷേപം ചൊരിഞ്ഞു എന്നുമാണ്. അവർ കഴിവും കാര്യക്ഷമതയും വിശ്വാസ്യതയുമുള്ളവരാണ് കോടതി പറഞ്ഞതാണ്. എന്താണ് ആക്ഷേപമുന്നയിച്ച പ്രതിപക്ഷ നേതാവിനും ആ ആക്ഷേപം പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കും പറയാനുള്ളത്? കോടതി നടത്തിയിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ സർക്കാരിനെതിരെ നടത്തിയതാണെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിലെ സ്ഥിതി? കോടതി പറയാണ് പാരഗ്രാഫ് 8-ൽ കോടതിയുടെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി SITയെ അനാവശ്യ സമ്മർദ്ദത്തിലാക്കുന്നു. ആരാ സമ്മർദ്ദത്തിലാക്കുന്നതെന്നും കോടതി പറയുന്നുണ്ട്. കോടതി പറഞ്ഞ വരികളാണ് ഞാൻ ഉദ്ധരിക്കുന്നത്, എന്റെയല്ല. അടിസ്ഥാനരഹിതമായതും തെറ്റിദ്ധരിപ്പിക്കുന്നതും ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതുമായ റിപ്പോർട്ടുകളിലൂടെ മുഖ്യധാരാ മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളുമാണ് ചെയ്യുന്നത്. ഇനി ഇത് എന്തിനാ ചെയ്യുന്നത്? കോടതി പറയുന്നു ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്കെതിരെ, അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഹൈക്കോടതിയാണ് പറയുന്നത്, രണ്ടംഗ ബെഞ്ചാണ് പറയുന്നത്. സെൻസേഷണലിസം മാത്രമാണ് ലക്ഷ്യം, പിന്നെ ഒരു പ്രത്യേക അഭിപ്രായമുണ്ടാക്കിയെടുക്കലും ആണ് ഈ പ്രചരണങ്ങളുടെ ലക്ഷ്യം. അന്വേഷണത്തെ ദുർബലപ്പെടുത്തുന്നതും ജനവിശ്വാസം തകർക്കുന്നതുമാണ് ഈ പ്രചരണം, റിപ്പോർട്ടിംഗ്. ഇത് നീതിന്യായ സംവിധാനത്തിൽ, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഇടപെടുന്നതാണ്. എന്നിട്ട് ഒരു മുന്നറിയിപ്പ് കൂടി കോടതി നൽകിയിട്ടുണ്ട്. പാരഗ്രാഫ് 8-ൽ പറയുന്നു, ഇതുപോലൊരു അന്വേഷണം മാധ്യമ വിചാരണയുടെ നിഴലിൽ നടത്താനാവില്ല എന്നാണ്. ഇതുപോലൊരു അന്വേഷണം മാധ്യമ വിചാരണയുടെ നിഴലിൽ നടത്താനാവില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഇത്രയും രൂക്ഷമായ വിമർശനങ്ങൾ വന്നിട്ട് ഒരു വരി ഇന്നത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുത്തില്ലല്ലോ, മുക്കിയില്ലേ? എന്താണത് കൊടുക്കാത്തതിന്റെ കാരണം? ഒന്നുകിൽ ഹൈക്കോടതി നടത്തിയ ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ തെറ്റാണെന്ന് പറയണം, അല്ലെങ്കിൽ അത് തിരുത്തുമെന്നെങ്കിലും പറയണ്ടേ? കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്ഥാപിത താൽപര്യത്തിനും വിശ്വാസ്യതയ്ക്കും നേരെയുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളല്ലേ ഇപ്പോൾ ഹൈക്കോടതി ഉയർത്തിയിട്ടുള്ളത്? എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ അതിൽ പ്രതികരിക്കാത്തത്? പ്രതിപക്ഷം SITയിൽ ഉൾപ്പെടുത്തിയ രണ്ട് ഉദ്യോഗസ്ഥരെ കുറിച്ച് പ്രതിപക്ഷ നേതാവല്ലേ ആരോപണം ഉന്നയിച്ചത്? ആ പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി കോടതിയുടെ വിധിയിലുണ്ട്. കോടതി പറഞ്ഞിട്ടുള്ളത് അവർ കഴിവുള്ളവരാണ്, കാര്യക്ഷമതയുള്ളവരാണ്, വിശ്വാസ്യതയുള്ളവരാണ്, ട്രസ്റ്റ് വർത്തി ആണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇനി എന്ത് പറയാനുണ്ട്? അപ്പോൾ ബാഹ്യശക്തികളും മുഖ്യധാരാ മാധ്യമങ്ങളും ചേർന്ന് അന്വേഷണത്തിൽ ഇടപെടാനും ദുർബലപ്പെടുത്താനും ശ്രമിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള വിമർശനം ഹൈക്കോടതി ഉയർത്തിയിരിക്കുകയാണ്. അത് കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. സാധാരണഗതിയിൽ ഇതുപോലെ രൂക്ഷമായൊരു വിമർശനം സർക്കാരിനെതിരെയാണെങ്കിൽ ഞങ്ങളുടെ നേരെ തിരിച്ചു പിടിച്ച മൈക്കിന് മുമ്പിൽ ഞങ്ങൾ മറുപടി പറയണം. ഇപ്പൊ നിങ്ങളെല്ലാവരും തിരിച്ചു മൈക്ക് പിടിക്കുക, ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതാണ്.